ഞാൻ ആയിഷത്ത് സുസ്ന തസ്നീം ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. 8E പഠിക്കുന്നു. ആൽഫ്രഡ് നോബൽ എന്ന വ്യക്തി ആദ്യമായി ഡൈനാമിക് എന്ന ബോംബിൻ്റെ ലിക്വിഡ് വേർഷൻ കണ്ടുപിടിച്ചു. കുറേ രാജ്യങ്ങൾ അതിനുവേണ്ടി അദ്ദേഹത്തിന് കുറേ പൈസ നൽകുകയും കോടിക്കണക്കിന് പൈസ ആവുകയും ബാങ്കുകൾ നിറയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പൈസ കാരണം. ഒരു ആക്സിഡൻറ്റിൽ ലാബ് മൊത്തം തീപിടിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അനിയൻ നോബൽ മരിച്ച സമയം എല്ലാവരും വിചാരിച്ചു ആൽഫ്രഡ് നോബൽ മരിച്ചെന്ന് കരുതി. അപ്പോൾ ന്യൂസ് പേപ്പറിൽ അടുത്ത ദിവസം ആൽഫ്രഡ് നോബൽ വായിക്കുമ്പോൾ ലോകത്തിൻ്റെ അന്തകൻ ആൽഫ്രഡ് നോബൽ മരണപ്പെട്ടു എന്ന് ന്യൂസ് കണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി പൈസ കൊണ്ട് സമാധാനവും ഒന്നും ലഭിക്കില്ല എന്ന്. എന്നിട്ട് 10% അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് നൽകുകയും ബാക്കി 90% നോബൽ പ്രൈസിന് വേണ്ടി നൽകുകയും ചെയ്തു. എൻ്റെ പേര് ആയിഷത്ത് തുഹ്റ. ഞാൻ വരുന്നത് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. ഞാനിവിടെ അനന്താശ്രമം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ക്ലാസ്, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരെ സ്നേഹിക്കണം, അതൊക്കെ ഇവിടുന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇക്ബാൽ സ്കൂളിലെ ടീച്ചറാണ്. ഇന്ന് അനന്താശ്രമത്തിലേക്ക് 10ാം ക്ലാസ്സിലെ കുട്ടികളെയും കൂടി ഒരു കൗൺസിലിംഗ് ക്ലാസ്സിന് വന്നതാണ്. എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ക്ലാസ്. പിന്നെ അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സാറിൻ്റെ ചില കാര്യങ്ങൾ, എനിക്കറിയാത്ത ചില കാര്യങ്ങൾ കൂടി പറയുന്നത് കേട്ടു. അതിൽ പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് ആൽഫ്രഡ് നോബലിൻ്റെ കാര്യമാണ്. ഇപ്പം നോബൽ പ്രൈസ് എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇതുപോലെ എന്തിനാണ് ഇങ്ങനെ ഒരു സമ്മാനം ഏർപ്പെടുത്തിയെന്നുള്ള കാര്യം ശരിക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം അത് ക്ലാസ്സിൽ വിവരിച്ച് തന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതൊരു പുതിയ അറിവായിട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ മൊത്തം ക്ലാസ് വളരെ നന്നായിരുന്നു. ഓക്കെ. പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, സ്വഭാവത്തിന്റെ പ്രയോജനം എന്താ? ചില ആൾക്കാർ സ്വാർത്ഥമില്ലാത്ത സ്വഭാവം ഉള്ളവരാവും. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? അതിന്റെ പ്രയോജനം എന്താ? ഇതൊരു ടോപ്പിക്, കുറച്ച് കഷ്ട ടോപ്പിക്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നിസ്വാർത്ഥ സ്വഭാവത്തിന്റെ പ്രയോജനം എന്താ? ഞാൻ എക്സാമ്പിൾ തരാം. ഇപ്പോൾ ഒരു നാഗരാജ് റാവ് പറഞ്ഞിട്ട് ഒരു അങ്കിൾ ഉണ്ട്. ಅವರು ജോലിയിലുണ്ടാകുമ്പോൾ സർക്കാർ ജോലിയിലുണ്ടായി ഒരു പൈസ ലഞ്ച എടുക്കില്ല. ലഞ്ച പറഞ്ഞാൽ അറിയോ? ലഞ്ചം അറിയില്ല? ആരെങ്കിലും ഇപ്പോൾ സർക്കാർ ജോലിയിലുണ്ടെങ്കിൽ ഏതോ ജോലി ചെയ്യണം. പക്ഷെ ചില ആൾക്കാർ വന്നിട്ട് അവർക്ക് അനുകൂലமான രീതിയിൽ ചെയ്യണം പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കും. മനസ്സിലായാ? പിന്നെ അതൊക്കെ വേറെ പൈസ കൊടുക്കും. അത് ശമ്പളം അല്ല, വേറെ പൈസ. ഓക്കെ. പിന്നെ ಅದಕ್ಕೆ ಲಂಚ പറയും. ಅವರು ഒരു പൈസ ലഞ്ച വാങ്ങിയിട്ടില്ല. ജോലി ചെയ്താലോ ಅವರು പൈസ കൊടുക്കാൻ വന്നാലും ഇല്ല, അത് എൻ്റെ ജോലി ഞാൻ ചെയ്തു, പൈസ ഞാൻ വാങ്ങില്ല പറയും. മനസ്സിലായ? ലഞ്ച എടുക്കാതെ ഓൺലി സർക്കാർ ശമ്പളം മാത്രം എടുത്തിട്ട് ജീവിച്ചു. പിന്നെ അവസാനത്തിൽ അവർക്ക് നല്ലോണം സേവിങ്സ് ആയി. മക്കളെല്ലാം മെഡിക്കലി ഡോക്ടറായി, എഞ്ചിനീയറായി. അപ്പോൾ അവർക്ക് സേവിങ്സ് നല്ലോണം ഉണ്ടായി. അപ്പോൾ അവർക്ക് റിട്ടയർ ആയ ശേഷം നല്ലോണം പൈസ കിട്ടി. അപ്പോൾ ഒരു മക്കള്, മോള് ಇಂಜಿನಿಯರ್, ಅವಳು ಇಂಜಿನಿಯರ್ ಕಲ್ಯಾಣ ಆಕಿಟ್ಟಿದ್ದಾಯಿ. ಮೋನು ಡಾಕ್ಟ್ರು, ಅವನು ಡಾಕ್ಟರ್ ಕಲ್ಯಾಣ ಆಕಿಟ್ಟಿದ್ದ. അപ്പോൾ ಅವರು 2 പേര്, മോള് മോന്, എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ എനിക്ക് ഇത്ര പൈസ റിട്ടയർ ആയ ശേഷം കിട്ടിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് പകുതി ആക്കിയിട്ട് തരാൻ പറഞ്ഞു. 2 മക്കൾ പറഞ്ഞു നമുക്ക് വേണ്ട, നമുക്ക് എത്ര വേണം ഉണ്ട്, നമ്മൾ ജോലി ആക്കുന്നുണ്ട്, നമുക്ക് പൈസ കിട്ടുന്നത്, നമുക്ക് വേണ്ട പറഞ്ഞു. മനസ്സിലായ? പിന്നെ അവർ മക്കളൊക്കെ പേരിൽ ബാങ്കിൽ വെച്ചു ആ പൈസ. ഇത് ആ മക്കളിന്റെ നിസ്വാർത്ഥ സ്വഭാവം. മനസ്സിലായ? എന്തിനാ അങ്ങനെ നിസ്വാർത്ഥ സ്വഭാവം
ഉണ്ടാവണം. അതിൻ്റെ പ്രയോജനം ഏതോ പ്രയോജനം ഉണ്ടാവും അല്ല, ഇല്ലെങ്കിൽ അറിയുന്നതിന് നിസ്വാർത്ഥം. എല്ലാവരും പൈസ വാങ്ങും അവർ വാങ്ങണം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത് ഒരു എക്സാമ്പിൾ. ഇന്നൊരു എക്സാമ്പിൾ, കാഞ്ഞങ്ങാടിൽ ഒരു ലോട്ടറി ടിക്കറ്റ് ആളുണ്ടായി. അപ്പോൾ ഒരാളെ ഒരു ഫോൺ വിളിച്ചിട്ട്, ഇത് ഇപ്പോൾ ഒരു 10 കൊല്ലം മുമ്പേ ആയിരുന്നു. അപ്പോൾ ഒരു ആള് വിളിച്ചിട്ട് പറഞ്ഞു, റെഗുലർ കസ്റ്റമർ എനിക്ക് ഒരു ടിക്കറ്റ് വെക്ക് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവർ വെച്ചു. പിന്നെ നോക്കിയാൽ അത് ലോട്ടറി അടിച്ചു, ഒരു 1 crore rupees. അപ്പോൾ അവർ വേണമെങ്കിൽ ആൾക്ക് അറിയില്ല, ഏതോ ടിക്കറ്റ് വെച്ചിട്ടുണ്ട് അറിയില്ല. അപ്പോൾ ഇവർ അത് വെച്ചിട്ട് വേറെ ടിക്കറ്റ് അവർക്ക് വെക്കാം, അത് അവർ എടുക്കാം. പക്ഷെ അവരങ്ങനെ ചെയ്യില്ല, ആൾക്ക് തന്നെ ആ ലോട്ടറി ടിക്കറ്റ് കൊടുത്തു. ഇത് വലിയ ന്യൂസായി, ന്യൂസ് പേപ്പറിലെല്ലാം വന്നു. മനസ്സിലായ? അപ്പോൾ ഇങ്ങനത്തെ സ്വഭാവമുള്ളവർക്ക് ആക്ച്വലി നോക്കിയാൽ ലോസ് ആകുന്നുണ്ട്. പക്ഷെ അവർക്ക് ഏതോ പ്രയോജനം ഉണ്ടാവും, അതിനാലേ അവരങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് പ്രയോജനം അവർക്ക് കിട്ടുന്നുണ്ട് അത് നിങ്ങൾ പോയിന്റ് വൈസ് എഴുതണം. മനസ്സിലായ? എന്തെന്ന് പറഞ്ഞാൽ ജാസ്തി പോയിന്റ് ആർക്ക് കിട്ടുന്നു ആ ഗ്രൂപ്പ് വിന്നിങ് ഗ്രൂപ്പ്. ഓക്കെ, നോക്കാം ഏത് ഗ്രൂപ്പ് വിന്നാവുന്ന നോക്കാം. മനസ്സിലായിട്ടുണ്ട്? ഫുൾ മനസ്സിലായില്ല? ടീച്ചർ എല്ലാം ഓക്കെ അല്ല? സഹായിച്ചാൽ മാത്രമേ നമ്മുടെ ആവശ്യത്തിന് സഹായിക്കാൻ ആളുകളുണ്ടാവൂ. ആരുടെ മുമ്പിലും തല താഴ്ത്തി നിൽക്കുന്ന അവസ്ഥ വരില്ല. നമ്മുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാവില്ല. ആർക്കും നമ്മളോട് വൈരാഗ്യം ഉണ്ടാവില്ല. നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ തലമുറകൾ വളരുന്നതാണ്. 5 points. ഓക്കെ. ഒരു പ്രശ്നത്തിൽ ആയാൽ സഹായിക്കുന്നവരാവണം. ആരുടെ മുമ്പിലും പേടിച്ചു നിൽക്കാൻ പാടില്ല. ധൈര്യത്തിൽ നിൽക്കണം. മറ്റാരുടെ പണം ആഗ്രഹിക്കരുത്. സമാധാനത്തോടെ ജീവിക്കണം. ഉറപ്പന്നല്ലേ? നല്ല മനുഷ്യരായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം. അപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ് കഴിയുന്നു, 10ാം ക്ലാസ് കഴിയുന്നു, +2 കഴിയുന്നു, ഡിഗ്രി കഴിയുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നു, ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ കഴിയുന്നു, നല്ല ജോലി കിട്ടുന്നു, നല്ല പണം ഉണ്ടാക്കുന്നു, ഒരു 4-5 കിലോ സമാധാനം ഇക്ബാൽ റോഡിൻ്റെ അടുക്കയിലെ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ വാങ്ങി കിട്ടുമോ? ഒരു 4 കിലോ സമാധാനം. ഇത്രയും പണം ഉണ്ടാക്കി നമുക്ക് എവിടുന്ന് കിട്ടും? പിന്നെ എവിടുന്ന് കിട്ടും? അമേരിക്ക എന്നിട്ട് നമുക്ക് ഓൺലൈനിൽ വരുത്താനാവും. പൈസ പണം കിട്ടിയ ആളുകൾക്കെല്ലാം സമാധാനം ഉണ്ട് നിങ്ങൾക്ക് വിചാരമുണ്ട്? പണമില്ല ശരിയാവും. ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് പഠിക്കുന്നു, എന്നിട്ട് പണം ഉണ്ടാക്കുന്നു, നിങ്ങൾ എന്നിട്ട് പറയുന്നു പണം ഉണ്ടായി വെക്കുന്നു, സമാധാനം കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ശരിയാവും. നോബൽ എന്നൊക്കെ നിങ്ങൾ കേട്ടോ, ആൽഫ്രഡ് നോബൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആരാണ് ആൽഫ്രഡ് നോബൽ? നോബൽ സമ്മാനം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും കേട്ടില്ല എന്ന് പറയുന്നത്? നോബൽ ആരാ? നോബൽ അറിയാമോ? ആറ്റം ബോംബിന്റെ ആദ്യത്തെ രൂപമായ ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് നോബലാണ്, ആൽഫ്രഡ് നോബൽ. അപ്പോൾ നോബൽ ഈ ഡൈനാമിറ്റ് കണ്ടുപിടിച്ചപ്പോൾ രാജ്യങ്ങൾക്ക് തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ബോംബൊക്കെ വേണമല്ലോ. അപ്പൊ ഈ ഡൈനാമിറ്റ് വേണം. സകല രാഷ്ട്രങ്ങളും ഇയാളോട് ഈ അറിവും കഴിവും ഇതൊക്കെ വാങ്ങി. ഇയാൾക്ക് പണം ഒന്നാ കുന്നുകൂടി, അക്ഷരാർത്ഥത്തിൽ മല പോലെ കുന്നുകൂടി. സ്വീഡനിലാണ് അദ്ദേഹം ജനിച്ചത്. സ്വീഡൻ ഗവൺമെന്റ് ഇദ്ദേഹത്തിന്റെ പണം കൊണ്ട് മാത്രം ബാങ്ക് നിറഞ്ഞിട്ടുണ്ട് വേണ്ടി. അതിന്റെ പരീക്ഷണം ആദ്യം ഈ ദ്രാവക രൂപത്തിലുള്ള ലിക്വിഡ് ഫോമിലുള്ള ഡൈനാമിക് ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അത് കുറെ കൂടി അപകടകരമായതുകൊണ്ട് സോളിഡ് ഫോമിലുള്ള ഡൈനാമിക് കണ്ടുപിടിക്കാൻ ലാബറട്ടറിയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം നമ്മുടെ പടക്ക നിർമ്മാണശാലയ്ക്ക് തീപ്പറ്റി പോലെ അദ്ദേഹത്തിന്റെ ലാബറട്ടറിക്കും തീപ്പറ്റി. അപ്പോൾ ഈ പൊട്ടിത്തെറിയിൽ മൂപ്പരുടെ അനിയൻ നോബൽ മരിച്ചു. ഈ ലാബറട്ടറിയിൽ അദ്ദേഹം ഉണ്ടായി. അപ്പോൾ പത്രക്കാർ വിചാരിച്ചു നോബൽ മരിച്ചു എന്ന് പറയുമ്പോൾ ആൽഫ്രഡ് നോബൽ അന്തരിച്ചു. ഇങ്ങനെയാണ് ഇതേ ദിവസത്തെ പത്രത്തിൽ ലോകത്തിന്റെ അന്തകനായ ആൽഫ്രഡ് നോബൽ അന്തരിച്ചു, പൊട്ടിത്തെറി. ഇതാണ് ഇദ്ദേഹം പത്രം വായിക്കുന്നത് നോബൽ രാവിലെ. ഇന്നത്തെ പോലെ ടിവിയും ഫോണും ഇതൊന്നുമില്ല, പെട്ടെന്ന് വരാം. അടുത്ത ദിവസത്തെ പത്രത്തിൽ ഇദ്ദേഹം മരിച്ച അനിയനാണ് മരിച്ചത്, പക്ഷെ അറിയാതെ ലോകത്തിന്റെ അന്തകനായ ആൽഫ്രഡ് നോബൽ അന്തരിച്ചു എന്നാണ് പത്രത്തിൽ വന്നത്. ഇദ്ദേഹത്തിനാണ് പണം കൊണ്ട് നിർത്തുന്നത്. ലോകത്തുള്ള സകല രാജ്യങ്ങളിൽ ഇദ്ദേഹത്തിന് ഈ അറിവിൽ നിന്ന് ഭാഗങ്ങളുടെ പണം ഒന്നാമത് ഓടിയിട്ടുണ്ട്.
അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് എൻ്റെ പണം കൊണ്ടൊരു പ്രയോജനമില്ല, എന്നെ ആളുകൾ വിലയിരുത്തുന്നത് ലോകത്തിൻ്റെ അന്തകനായിട്ടാണ്. അറിയണം മക്കളെ, 8ാം ക്ലാസ് വെച്ച് അതുകൊണ്ട് ഇങ്ങനെ വെറുതെ പുസ്തകങ്ങളിലേക്ക് മാത്രം നോക്കിയാൽ പോരാ. ചന്ദ്രയാനോ ഒന്നുകൂടി ആലോചിച്ചു. ചന്ദ്രയാൻ ചന്ദ്രനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ചന്ദ്രനെ കുറിച്ച് പഠിക്കാനാണ്, സൂര്യനെ കുറിച്ച് പഠിക്കാൻ എന്താണ്? ആദിത്യ L1 കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഒരു 5 മിനിറ്റ് ഒക്കെ നിങ്ങൾ ഇത് മാത്രം നോക്കാതെ, വളിപ്പൻ തമാശകളും ഇത് മാത്രം നോക്കാതെ ഒന്ന് TV കാണാൻ, ന്യൂസ് കാണാനും എക്സ്ട്രാ ഒരു പത്രം വായിക്കാനൊക്കെ സമയം കണ്ടെത്തണം. ഈ ലോകം ചുറ്റും നടക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? പഠനം എന്ന് പറഞ്ഞാൽ കേവലം പുസ്തകങ്ങളിലേക്ക് മാത്രം നോക്കാനല്ല, നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തെ കുറിച്ച് അറിയേണ്ടതുണ്ട്. നമ്മൾ വെറും കുളത്തിലെ തവളയായി പോകും. ആദിത്യ L1 എന്ന് പറഞ്ഞാൽ സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച സാറ്റലൈറ്റ് ഇപ്പോൾ ഉള്ളത് ഏതാണ്ട് 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. അതിന്റെ ഓർബിറ്റ് ഉള്ളത് ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ ആണ്. എത്ര ദൂരെയാണ് സൂര്യനുള്ളത്? 15 കോടി കിലോമീറ്റർ അകലെയാണ്. ഈ 15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യനിൽ നിന്നുള്ള എനർജിയാണ് ഇലകൾ സ്വീകരിച്ച് ഇലകളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത്. ചെടികൾക്ക് വേണ്ടി മാത്രമല്ല, നെല്ലായി മാറുന്നതും ഗോതമ്പായി മാറുന്നതും പയറായി മാറുന്നതും വെണ്ടയായും വഴുതനയായും പയറായും മാറുന്നതും ഈ ധാന്യങ്ങൾ കഴിച്ച് കോഴിയായും പോത്തായും ആടായൊക്കെ മാറുന്നത് ആ എനർജിയാണ്. ഇതാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന എനർജിയൊക്കെ ഏതാണ്? ഇവിടെ നിന്നുള്ളതാണ്, സൂര്യനിൽ നിന്നുള്ളതാണ്. സൂര്യനും എനർജി നൽകി ഏതോ ഒരു മഹാശക്തി ഉണ്ടാവണം എത്രയോ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ്. നമുക്കറിയില്ല, നമുക്ക് കാണുന്നത് സൂര്യൻ മാത്രമാണ്. അതുകൊണ്ടാണ് സൂര്യനെ അടിസ്ഥാനമാണ്. എൻ്റെ കണ്ണ് അനങ്ങുന്നതും എൻ്റെ കൈ അനങ്ങുന്നതും നിങ്ങൾക്ക് എന്നെ കാണാനാവുന്നതും നിങ്ങളിൽ അകത്തുള്ളതും ഒക്കെ എല്ലാം ഒരേ ജീവചൈതന്യമാണ്. അതുകൊണ്ടാണ് ആ ചൈതന്യത്തെയാണ്, ആ ഒരേ ജീവചൈതന്യം, ഒരേ ഉറവിടത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്, ഒരേ സോഴ്സിൽ നിന്നാണ് നമ്മൾ വരുന്നത്. നമ്മളെല്ലാം ഏകോദര സഹോദരന്മാരാണ്. അവിടെ ജാതിയും മതവും വർണ്ണവും ഭാഷയും നിറവും മണവും ഒന്നുമില്ല, എല്ലാം ഒരേ ജീവചൈതന്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ സൂര്യനെ അടിസ്ഥാനമാക്കി ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് ഇതൊക്കെ പറയുന്നത്. അവിടെ ഭേദചിന്തകളില്ല. നമ്മൾ മനുഷ്യരാണ് എന്ന ബോധത്തോടെ വേണം. നമ്മുടെ അകത്തുള്ള എനർജിയെയാണ്, ജീവചൈതന്യത്തെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. എൻ്റെ പ്രായത്തെയോ എൻ്റെ രൂപത്തെയോ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രായം കുറഞ്ഞു പോയതോ അല്ല, ഒരേ ചൈതന്യമാണ് നമ്മൾ നിറഞ്ഞിരിക്കുന്നതെന്ന് പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് ആ ചൈതന്യത്തെയാണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് ഇതൊക്കെ പറയാം. മറന്നുപോവോ? അപ്പൊ അത് ഓർത്തിട്ട് പറഞ്ഞു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു കുഴപ്പം കൂടി ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കി. എന്റെ പറമ്പിലെ വൃക്ഷശാഖകൾ വളർന്നിട്ടോ, നീരൊലിപ്പ് കൊണ്ടോ, ശബ്ദം കൊണ്ടോ, ഗന്ധം കൊണ്ടോ, ജന്തുക്കളെ കൊണ്ടോ ഒരു തരത്തിലും എൻ്റെ അയൽക്കാർക്ക് എൻ്റെ വീട് ശല്യമാകാതിരിക്കാൻ ഞാൻ കരുതും. ഇനി നടന്നു